ഹലോ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി റെസിപ്പി നോക്കിയാൽ അതിനാവശ്യമായ ചിക്കൻ എടുത്ത് വെക്കുക. നേരെ ഒരു 2.5 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബസുമതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യമായ സവാള എടുത്ത് പിന്നെ നമ്മളിത് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇടാനായിട്ടുള്ള സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, കരയാമ്പൂ, പിന്നെ ആവശ്യമായ പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തിള വരുന്നത് വരെ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഒരു 4 സവാള എടുത്ത് അരിഞ്ഞ് നമ്മൾ ചിക്കനിലേക്ക് ഡയറക്റ്റ് ചേർക്കുകയാണ്. കാരണം വരട്ടിയല്ല ഉണ്ടാക്കുന്നത്. അത് എളുപ്പം ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ മസാലയിലേക്ക് ഇടുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും 1/2 ടേബിൾ സ്പൂൺ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും വീട്ടിലുണ്ടാക്കി ഗരം മസാലയും കൂടി ഇട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും മസാലകൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു 5-6 പച്ചമുളകും, അതാണ് പച്ചമുളക് നേരത്തെ കുറച്ച് ചേർത്തത്. പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ബസുമതി റൈസും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ചേർക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് നന്നായി ഇളക്കി ഒരു 10 ഒരു 7-8 കുരുമുളകും കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ കുരുമുളകും കൂടി ഇട്ട് അത് വേവിക്കാനായി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി അല്ല മസാല ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് നെയ്യും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് അതിൻ്റെ ആ മസാലകളും കൂടി ഇട്ട് നന്നായി വരട്ടിയെടുക്കുക. വരട്ടിയെടുത്ത ശേഷം ഇതൊരു പകുതി വേവാവുന്നത് വരെ നമ്മളിതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളിത് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. നോക്കുന്ന സമയം കൊണ്ട് ഇച്ചിരി കൂടെ വേവാനുണ്ട്. പകുതി വെന്തിട്ടില്ല. ഇച്ചിരി കൂടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് വേണ്ട സവാളയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കൻ വെന്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഉണ്ടല്ലോ, ബിരിയാണി റൈസും കൂടെ അതിലേക്ക് ഇടുവാണ്. ബിരിയാണി റൈസും കൂടി ഇട്ട് ഇതൊന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ദം ചെയ്യുന്നത് പോലെ ഒരു 10 മിനിറ്റ് നമ്മളത് വെക്കണം. അതൊന്ന് വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ വരട്ടി ഈ ബിരിയാണി ഇതിലേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാള വരട്ടിയതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മളിതിന് 10 മിനിറ്റ് വെക്കുവാണ്. എന്നാലും നമ്മളിൻ്റെ ആ എല്ലാ ടേസ്റ്റും ആ ബിരിയാണി റൈസിലേക്ക് പിടിക്കത്തുള്ളൂ. അത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് 10 മിനിറ്റ് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് ലുക്ക്. അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി നമുക്ക് കിട്ടും. അതിലേക്ക് നമ്മൾ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് റൈത്തയും ഇട്ട് ഒരു പപ്പടവും പിന്നെ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ അച്ചാറും വെച്ചിട്ടുണ്ട്. നാരങ്ങ അച്ചാറും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതിനകത്തേക്ക് മറ്റ് എസൻസോ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.